ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 2ാമത്തെ പാഠമാണ് നോക്കാനായിട്ട് പോകുന്നത്. 1000 കടന്ന് എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൽ 1000-നപ്പുറത്തേക്കുള്ള സംഖ്യകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു കാറോട്ട മത്സരമാണ് നടക്കുന്നത്. മത്സരം നടക്കുകയാണ്. ഒന്നാമത്തേത് ടോട്ടോ കാറാണ്. അതിൻ്റെ നമ്പർ കണ്ടോ? മുന്നിൽ നിൽക്കുന്ന ഈ ചുവപ്പ് കാറാണ് ടോട്ടോ കാർ. അതിൻ്റെ നമ്പർ എത്രയാ മക്കളെ? 1000. എത്രയാ വായിക്കുക? 1000. എന്താണ്? 1000 എന്നാണല്ലേ വായിക്കുക. സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. ബന്ധം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. നമുക്കവിടെ 2 കളങ്ങൾ ഓൾറെഡി പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തേത് 9, അതിന് താഴെയായിട്ട് 10. 9, 10 എന്താ ബന്ധം? 9 കഴിഞ്ഞു വരുന്ന അടുത്ത സംഖ്യയാണ് 10. അടുത്തത് നോക്കൂ, 100, 101. അവിടെ എന്താണ് ബന്ധം വരുന്നത്? 100 കഴിഞ്ഞ് അടുത്ത സംഖ്യയാണ് 101. അപ്പൊ സംഖ്യാബന്ധങ്ങൾ എങ്ങനെയാ വരുന്നത്? ഒരു സംഖ്യ കഴിഞ്ഞ് അടുത്ത സംഖ്യ തൊട്ടടുത്ത സംഖ്യയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സംഖ്യക്ക് തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും അതുമാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2ാമത്തെ സംഖ്യ തന്നിട്ടുണ്ട് 110. അതിനു മുൻപുള്ള സംഖ്യ എത്രയാണ്? 109 ആണ്. 109, 110. പിന്നെ 199. 199 കഴിഞ്ഞാൽ 200. ഓക്കെ. പിന്നെ 280 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 280-ന് മുൻപുള്ള സംഖ്യ എത്രയാണ്? 279. പിന്നെ 500. 500-ന് ശേഷമുള്ള സംഖ്യ 501. പിന്നെ അടുത്തത് 667 എന്ന് തന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ എത്രയാണ്? 666. 909. 909 കഴിഞ്ഞ് വരുന്ന സംഖ്യ 910. പിന്നെ 990 എന്നവിടെ തന്നിട്ടുണ്ട്. 990-ന് തൊട്ട് മുൻപേ ഉള്ള സംഖ്യ 989. പിന്നെയോ അവസാനത്തെ സംഖ്യകൾ നോക്കൂ, 999. 999 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ മക്കളെ? 1000. ടോട്ടോ കാറിന് നിറം കൊടുക്കൂ. നിങ്ങൾ എഴുതിയ സംഖ്യകൾ ചുവടെയുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കൂ. ആ കളങ്ങൾക്ക് നിറം കൊടുക്കൂ. മക്കളെ, നമ്മൾ എഴുതിയിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? ആ സംഖ്യകൾ ഞാനിവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ മക്കളെ? ഈ സംഖ്യകൾക്കെല്ലാം നിറം കൊടുക്കുക. നിറം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടോ കാറിനെ കിട്ടും. നമ്പർ പ്ലേറ്റ്. ടോട്ടോ കാറിന്റെ കൂട്ടുകാരാണ് ഇവർ. സൂചനകളിൽ നിന്നും നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കൂ. ആദ്യത്തെ കാറിന്റെ സംഖ്യ നോക്കിക്കേ, 800, 410, 21. 800 എന്ന് വെച്ച് പറയുമ്പോൾ 800, കൂട്ടണം 410 എന്ന് പറയുമ്പോൾ 40, കൂട്ടണം 21 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ സംഖ്യ 842. അതാണ് അതിന്റെ നമ്പർ പ്ലേറ്റ് വരുന്നത്, 842. പിന്നെ 2ാമത്തെ കാർ നോക്കൂ, 910-ൽ നിന്നും 1 കുറവ്. 910-ൽ നിന്നും 1 കുറച്ചാൽ 909 ആണ്. ഏറ്റവും വലിയ 3 സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ 3 സംഖ്യ മക്കളെ? 999. 999. അടുത്തത് നോക്കൂ, ഏറ്റവും വലിയ 2 സംഖ്യയോട് 1 കൂട്ടിയത് ഏതാ മക്കളെ? ഏറ്റവും വലിയ 2 സംഖ്യ 99 ആണല്ലേ. 99 ആണ്. അതിലേക്ക് 1 കൂട്ടിയാൽ എത്രയായി? 99 കൂട്ടണം 1 = 100. അപ്പൊ 100 ആണ് അവസാനത്തെ കാറിന്റെ നമ്പർ പ്ലേറ്റ്. അമ്പമ്പോ 1000. എൻ്റെ നമ്പർ വായിക്കൂ. ടോട്ടോക്കാർ പറയുന്നത് നോക്കിക്കേ, എൻ്റെ നമ്പർ വായിക്കൂ. എത്രയാണ് മക്കളെ ടോട്ടോക്കാറിന്റെ നമ്പർ? 1000 ആണല്ലേ. എൻ്റെ നമ്പർ ഏറ്റവും ചെറിയ 4 സംഖ്യയാണ്. നമുക്കറിയാം ഏറ്റവും വലിയ 3 സംഖ്യ ഏതായിരുന്നു? 999. അപ്പൊ ഏറ്റവും വലിയ 3 സംഖ്യയ്ക്ക് ശേഷം വരുന്ന സംഖ്യയാണ് 1000. ഈ 1000 ഏറ്റവും ചെറിയ 4 സംഖ്യയാണ്, അഥവാ ആദ്യത്തെ 4 സംഖ്യയായി വരുന്നത് 1000 ആണ്. വരച്ചു ചേർക്കൂ. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ കാറിന്റെ നമ്പർ കിട്ടും? വരച്ചു ചേർക്കും. ടോട്ടോ കാറിന്റെ നമ്പർ എത്രയായിരുന്നു? 1000 ആയിരുന്നു അല്ലേ. അപ്പൊ ഇതിൽ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് 1000 കിട്ടുക എന്നാണ് നോക്കേണ്ടത്.
ആദ്യത്തേത് ഈ ജീപ്പിൻ്റെ നമ്പർ നോക്കിക്കേ, 505 505 എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 505 5 കൂട്ടിയാൽ എത്രയായി? 510 അല്ലേ? പിന്നെ അതിലേക്ക് 100 കൂട്ടിയാൽ എത്രയായി മക്കളെ? 610 അതിലേക്ക് 100 കൂട്ടിയാൽ 710, അതിലേക്ക് 100 കൂട്ടിയാൽ 810, അതിലേക്ക് ഒരു 100 കൂടെ കൂട്ടിയാൽ 910, അതിലേക്ക് 90 കൂട്ടിയാൽ 1000 അല്ലേ? 910 90 കൂട്ടിയാൽ 1000. അപ്പം ആകെ 495. അപ്പം 505 495 കൂട്ടുമ്പോഴാണ് 1000 കിട്ടുന്നത്. അടുത്തത് നോക്കൂ, 999. 999 എല്ലാവർക്കും അറിയാം 1 കൂട്ടിയാലാണ് 1000 ആവുക. അടുത്തത് 750. 750 ഒരു 50 കൂടെ കൂട്ടിയാൽ 800 പിന്നെ 800 200 കൂടെ കൂട്ടിയാൽ 1000 അല്ലേ? അപ്പം ആകെ 250. 750 കൂട്ടണം 250 1000. അടുത്ത സംഖ്യ നോക്കൂ, 990. 990 10 കൂട്ടുമ്പോഴാണ് 1000 കിട്ടുക. അവസാനത്തേത് നോക്കൂ, 900. 900 100 കൂട്ടിയാലാണ് 1000 ആവുക. അപ്പം എങ്ങനെയാണ് ഇത് വരച്ചു ചേർക്കേണ്ടത്? ഒന്നുകൂടി ചേർത്താൽ നമുക്കിവിടെ ഒരു അബാക്കസ് തന്നിട്ടുണ്ട്. അബാക്കസിലെ സംഖ്യ എന്താണ്? നോക്കിക്കേ മക്കളെ, അബാക്കസിൽ 100ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? 9 മുത്തുകളുണ്ട്. 10ന്റെ സ്ഥാനത്ത് 9 മുത്തുകളുണ്ട്. 1ന്റെ സ്ഥാനത്ത് 9 മുത്തുകളുണ്ട്. അപ്പം അബാക്കസിലെ സംഖ്യ 999. ഒന്നുകൂടി കൂട്ടിയാലോ? 999 ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമ്മൾ പഠിച്ചു 1000 ആയി. ഈ സംഖ്യ അബാക്കസിൽ വരയ്ക്കൂ. 1000 എങ്ങനെ വരയ്ക്കാം മക്കളെ? 1000ന്റെ സ്ഥാനത്ത് 1 വരയ്ക്കുക. 100ന്റെയും 10ന്റെയും 1ന്റെയും സ്ഥാനത്ത് ഒന്നും വരയ്ക്കേണ്ടതില്ല. പസിൽ കോർണർ. ഞാൻ ആര്? അബാക്കസിൽ ഒരു മുത്ത്. അബാക്കസിൽ ആകെ ഒരു മുത്ത് വരുന്നുള്ളൂ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലിയവൻ, അതായത് 999 വലിയവനാണ് ഞാൻ ആര്? ആരാണ് മക്കളെ? 1000 ആണല്ലേ? അബാക്കസിൽ എൻ്റെ സ്ഥാനം ഏതാണ്? ഏത് സ്ഥാനത്താണ് 1000ന്റെ ഒരു മുത്ത് വരച്ചിട്ടുള്ളത് നമ്മൾ? അബാക്കസിൽ 1000ന്റെ സ്ഥാനത്താണ് വരച്ചിട്ടുള്ളത്. പെട്രോൾ പമ്പ്. കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. അപ്പം ആദ്യത്തേത് നോക്കിക്കേ, ടോട്ടോ കാറാണ്. ടോട്ടോ കാറ് 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. എങ്കിൽ എത്ര നോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും? അതായത് 1000 രൂപയ്ക്കാണ് എണ്ണ അടിച്ചത്, അപ്പോൾ പെട്രോൾ അടിച്ചത്. അപ്പോൾ 100 രൂപ വീതമുള്ള നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ എത്ര 100 രൂപകൾ ചേർന്നാലേ മക്കളെ 1000 ആവുക? ഒരു 100 100, 2 100 200, 3 100 300, 4 100 400, 5 100 500, അങ്ങനെ 10 100 1000 ആവുന്നത്. അപ്പോൾ 10 നോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് ടോമോ കാർ. 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തത്. എത്ര നോട്ടുകൾ? 10 രൂപയുടെ ഒരു 10 ആണെങ്കിൽ 10, 2 10 ആവുമ്പോൾ 20, 3 10 ആവുമ്പോൾ 30, അങ്ങനെ എത്ര 10കൾ ചേർന്നാലേ മക്കളെ 1000 ആവുക? 10ലേക്ക് എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 ആവുക എന്ന് നോക്കിയാൽ മതി. 10ലേക്ക് 2 0 കൂടെ ഇട്ട് കൊടുത്താൽ 1000 ആവും അല്ലേ? അപ്പോൾ 100 ആണ് അതിനർത്ഥം. അതായത് 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 10 ഗുണിക്കണം 100 ചെയ്യുമ്പോഴാണ് 1000 ആവുന്നത്. അതുകൊണ്ട് 100 നോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അടുത്തത് ബഗ്ഗി കാറാണ്. ബഗ്ഗി കാർ 1 രൂപ നാണയങ്ങളാണ് കൊടുത്തത്. എങ്കിൽ എത്ര നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും? എത്ര 1 രൂപകൾ ചേർന്നതാ മക്കളെ? 1000. 1000 1 രൂപകൾ ചേർന്നതാണ് 1000. അതായത് 1 ഗുണിക്കണം 1000 അല്ലേ 1000 ആവുന്നത്. അപ്പോൾ 1000 1 രൂപ നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാർ ഓട്ട മത്സരം. റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓരോ കാറും ഓടി തീർത്ത റൗണ്ടുകൾ നൽകിയിരിക്കുന്നു. അവയുടെ പോയിന്റ് കണക്കാക്കുക. കാറിൻ്റെ പേരും അവരെത്ര റൗണ്ട് പോയി എന്നും അവർക്ക് കിട്ടുന്ന പോയിന്റ് എത്രയാണെന്നുള്ള ഒരു ചാർട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നമുക്കത് പൂരിപ്പിച്ചു കൊടുക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ റൗണ്ടിനും 1000 പോയിന്റ് വീതാണെന്നല്ലേ? അപ്പം മിക്കി കാറ് പോയത് ഒരു റൗണ്ടാണ്. അപ്പം ആകെ എത്ര പോയിന്റ് ഇട്ടിട്ടുണ്ടായിരിക്കും? 1000 പോയിന്റ്. ഒരു റൗണ്ടിന് 1000 പോയിന്റ് ആണല്ലോ. അപ്പോൾ 1000 പോയിന്റ്. ഓക്കെ. പിന്നെ സ്കൈ ബി 5 റൗണ്ട് പോയി. അതായത് 5 ഗുണിക്കണം 1000. 5 ഗുണിക്കണം 1000 ചെയ്യാൻ എളുപ്പമല്ലേ മക്കളെ? 5 എന്നിട്ട് കൊടുക്കുക, 5 ഗുണിക്കണം 1 ചെയ്യുക, എന്നിട്ട് 3 0 ഇട്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ 5000 എന്നാണ് വിളിക്കുക. 5000 എന്നാണ് വായിക്കുക. പിന്നെ അടുത്തത് ബഗ്ഗി കാറ് 3 റൗണ്ടാണ് പോയത്. അപ്പോൾ 3 ഗുണിക്കണം 1000 3000 പോയിന്റ്.
ആൽഫ കാറ് 6 റൗണ്ട് പോയി. അപ്പോൾ 6 ഗുണിക്കണം 1000, 6000 പോയിന്റ് കിട്ടി. ടോമോ കാറ് 7 റൗണ്ട് പോയി. 7 ഗുണിക്കണം 1000, 7000 പോയിന്റ് കിട്ടി. ഫ്ലോറ കാറ് 4 റൗണ്ട് പോയി. 4 ഗുണിക്കണം 1000, 4000 പോയിന്റ് കിട്ടി. ഫ്രെഡി എന്ന് പറയുന്ന കാറ് 8 റൗണ്ടാണ് പോയത്. 8 ഗുണിക്കണം 1000 സമം 8000 പോയിന്റ് കിട്ടി. സ്പീഡി എന്ന് പറയുന്ന കാറോ 9 റൗണ്ട് പോയി. 9 ഗുണിക്കണം 1000 സമം 9000 പോയിന്റ് കിട്ടി. ടോട്ടോ കാറ് 10 റൗണ്ട് പോയി. 10 ഗുണിക്കണം 1000 സമം 10000. ഓക്കെ, അപ്പോൾ 5 അക്കം വരൂ കേട്ടോ. 10 ഇട്ടിട്ട് 3 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1 ഇട്ടിട്ട് ആകെ 4 പൂജ്യം ഇട്ട് കൊടുക്കുക. 10000 പോയിന്റ് കിട്ടി. ബോണി കാറ് 2 റൗണ്ടാണ് പോയത്. 2 ഗുണിക്കണം 1000 സമം 2000. അപ്പം നമുക്കത് ക്രമത്തിൽ എഴുതി നോക്കാം മക്കളെ. ക്രമത്തിൽ എഴുതാൻ തന്നെയാണ് നമ്മോട് താഴെ പറഞ്ഞിട്ടുള്ളത്. കിട്ടിയ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തി നോട്ട് ബുക്കിൽ എഴുതൂ. എങ്ങനെയൊക്കെ ക്രമപ്പെടുത്താം? 2 രീതിയിൽ ക്രമപ്പെടുത്താം. ചെറുതിൽ നിന്ന് വലുതിലേക്കും, വലുതിൽ നിന്ന് ചെറുതിലേക്കും. അപ്പോൾ 1 റൗണ്ട് മുതൽ 10 റൗണ്ട് വരെ എങ്ങനെയൊക്കെയാണ് പോയിന്റ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. 1 റൗണ്ട് ആണെങ്കിൽ 1000, പിന്നെ 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000. ഇനി വലതിൽ നിന്ന് ചെറുതിലേക്ക് എങ്ങനെ എഴുതാം? 10000, 9000, 8000, 7000, 6000, 5000, 4000, 3000, 2000, 1000. പടി കയറാം. പട്ടികളിലെ സംഖ്യകളെല്ലാം എഴുതുക. അപ്പൊ നമുക്ക് പട്ടികയിൽ 1000 മുതൽ 10000 വരെ നോക്കിയല്ലേ? അത് തന്നെയാണ് നമുക്കിവിടെ ക്രമത്തിൽ ഓരോ കാറുകളുടെ പടികളായിട്ട് എഴുതാനായിട്ടുള്ളതും. ആദ്യത്തേത് മിക്കി കാർ 1 റൗണ്ടായിരുന്നു, അതായത് 1000 ആയിരുന്നു. അപ്പോൾ 1000. ബോണി കാറിന് 2000 ഉണ്ടായിരുന്നു, 2 റൗണ്ടായിരുന്നു പൂർത്തിയാക്കിയത്, അപ്പോൾ 2000. പിന്നെ ബഗ്ഗി കാറ് 3 ആയിരങ്ങൾ ചേർന്നാൽ 3000. ഫ്ലോറ കാറ് 4 ആയിരങ്ങൾ ചേർന്നാൽ 4000. സ്കൈബി കാറ് 5 ആയിരങ്ങൾ ചേർന്നാൽ 5000. ആൽഫ 6 ആയിരങ്ങൾ ചേർന്നാൽ 6000. ടോമോ 7 ആയിരങ്ങൾ ചേർന്നാൽ 7000. ഫ്രെഡി 8 ആയിരങ്ങൾ ചേർന്നാൽ 8000. സ്പീഡി 9 ആയിരങ്ങൾ ചേർന്നാൽ 9000. ടോട്ടോ 10 ആയിരങ്ങൾ ചേരുന്നു 10000. സ്കൈബി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കൂ. സ്കൈബി കാറിന് 5000 ആയിരുന്നു ലഭിച്ച പോയിന്റ്. 5000 എങ്ങനെ വരയ്ക്കാം മക്കളെ? 1000ന്റെ സ്ഥാനത്ത് 5 മുത്തുകൾ വരച്ചു ചേർക്കുക. 100ന്റെയും 10ന്റെയും 1ന്റെ സ്ഥാനത്ത് 0 അല്ലേ? സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകളോ? സ്പീഡി കാറിന് 9 ആയിരങ്ങൾ ചേർന്ന് 9000 ആയിരുന്നു ലഭിച്ച പോയിന്റ്. അപ്പോൾ 1000ന്റെ സ്ഥാനത്ത് 9 മുത്തുകൾ വരയ്ക്കുക. 100, 10, 1ന്റെ സ്ഥാനത്ത് 0. നമ്മൾ പറഞ്ഞു 10,000 ചേരുമ്പോൾ 10000 അഥവാ 10000 എന്നും പറയും. 20,000 ചേരുമ്പോഴോ 20,000. എന്താ പറയാ? 20,000. ഓക്കെ, ഇതുപോലെ മറ്റു തുകകൾ കൂടെ എഴുതുക. അതായത് എത്ര 10കൾ, എത്ര 100കൾ, എത്ര 1000, എത്ര 10000 എന്നുള്ള രീതിക്കാണ് കേട്ടോ വരുന്നത്. 5 കൂട്ടണം 5 10 5ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ 50 അല്ലേ? 50 കൂട്ടണം 50, 10ലേക്ക് ഒരു 0 കൂടെ ഇട്ടത് 100. ഇനി 50ലേക്ക് ഒരു 0 കൂടെ ഇട്ടാൽ 500. 500 കൂട്ടണം 500, എത്രയായി? 100ലേക്ക് ഒരു 0 കൂടെ ഇട്ടതായി 1000. ഇനി 500ലേക്ക് ഒരു 0 കൂടെ ഇട്ടാലോ 5000 ആയി. 5000 കൂട്ടണം 5000, അപ്പൊ 1000ലേക്ക് ഒരു 0 കൂടെ ഇട്ട 10000 അതിന്റെ ഉത്തരം വരുന്നത്. മനസ്സിലായോ മക്കളെ? 10, 100, 1000, 10000 എന്നിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റ സംഖ്യകൾ 2 കൂട്ടുകയാണെങ്കിൽ 10, അതിലേക്ക് ഒരു 0 കൂടെ ഇട്ടതായാൽ അത് 2 കൂട്ടിയാൽ 100. അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ പട്ടികയിൽ തന്നിട്ടുള്ളത്. ഇനി 6 കൂട്ടണം 4 എത്രയാണ്? അതും 10. നമുക്കതിനെ 100 ഉത്തരം കിട്ടുന്ന രീതിയിൽ എങ്ങനെ എഴുതാം? 60 കൂട്ടണം 40. 1000 ഉത്തരം കിട്ടുന്ന രീതിയിൽ 600 കൂട്ടണം 400 എന്ന് എഴുതാം. 10000 ഉത്തരം കിട്ടുന്ന രീതിയിൽ 6000 കൂട്ടണം 4000 എന്നെഴുതാം. ഇനി 7 കൂട്ടണം 3 ഉത്തരം 10. 100 കിട്ടുന്ന രീതിയിൽ എങ്ങനെ എഴുതാം? 70 കൂട്ടണം 30. 1000 കിട്ടുന്ന രീതിയിലോ 700 കൂട്ടണം 300. 10000 കിട്ടുന്ന രീതിയിലോ 7000 കൂട്ടണം 3000. ഇനി 100ന്റെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 80 കൂട്ടണം 20 100 എങ്കിൽ അത് 10 ആയിട്ട് എങ്ങനെ എഴുതാം മക്കളെ? 8 കൂട്ടണം 2 ചെയ്താൽ മതി. ആ 0 വെട്ടി കളയുക. 8 കൂട്ടണം 2 10. 1000 കിട്ടുന്ന രീതിയിലോ 800 കൂട്ടണം 200 1000. 10000 കിട്ടുന്ന രീതിയിൽ 8000 കൂട്ടണം 2000 10000.
ഇനി 1 കൂട്ടണം 9 10 10 കൂട്ടണം 90 100 100 കൂട്ടണം 900 1000 1000 കൂട്ടണം 9000 10000 സ്പീഡോമീറ്റർ. എന്താ മക്കളെ സ്പീഡോമീറ്റർ? നിങ്ങൾ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടോ? നമ്മൾ വാഹനങ്ങളിൽ, കാറിലും ഓട്ടോയിലും ബൈക്കിലും ബസ്സിലും ഒക്കെ ഉണ്ടല്ലേ സ്പീഡോമീറ്റർ. കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുൻപ് ടോട്ടോ 1000 കിലോമീറ്റർ ആണ് ഓടിയത്. മത്സരത്തിലെ ഒരു ലാപ്പ് 1 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലാപ്പും അതുപോലെ സ്പീഡോമീറ്ററിൽ എത്രയാണ് തരുന്നത് എന്നാണ് കാണിക്കുന്നത് എന്നാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം മത്സരം തുടങ്ങുന്ന സമയത്ത് 1000 കിലോമീറ്ററിലായിരുന്നു നിന്നിരുന്നത്. അതായത് 1000 കിലോമീറ്റർ വരെ അതുവരെ വാഹനം ഓടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എത്ര വീതമാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു ലാപ്പ് ആണെങ്കിൽ 1000ലേക്ക് ഒന്നുകൂടെ കൂട്ടുക. അതായത് ഒരു ലാപ്പ് 1 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 കൂട്ടണം 1 സമം 1001 കിലോമീറ്റർ. 2 ലാപ്പ് ആവുമ്പോഴോ 1000 കൂട്ടണം 2 സമം 1002. 3 ആവുമ്പോൾ 1000 കൂട്ടണം 3 സമം 1003. 4 ആവുമ്പോൾ 1000 കൂട്ടണം 4 സമം 1004. 5 ആവുമ്പോൾ 1000 കൂട്ടണം 5 സമം 1005. 6 ആവുമ്പോൾ 1000 കൂട്ടണം 6 സമം 1006. 7 ആവുമ്പോൾ 1000 കൂട്ടണം 7 സമം 1007. 8 ആവുമ്പോൾ 1000 കൂട്ടണം 8 സമം 1008. 9 ആണെങ്കിലോ 1000 കൂട്ടണം 9 സമം 1009. 10 ആവുമ്പോൾ 1000 കൂട്ടണം 10 സമം 1010. കണ്ടോ? ഇനി 11 ലാപ്പ് ഓടിയാൽ സ്പീഡോമീറ്ററിൽ എത്രയാകും? 1000ലേക്ക് 11 കൂടെ കൂട്ടുക. 1000 കൂട്ടണം 11 സമം 1011. എങ്ങനെയാ എഴുതുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ? 15 ലാപ്പ് ഓടിയാലോ 1000 കൂട്ടണം 15 ചെയ്യുക. അപ്പോൾ 1015. 25 ലാപ്പ് ഓടിയാലോ 25 1000ലേക്ക് 25 കൂടെ കൂട്ടുക. 1000 കൂട്ടണം 25 സമം 1025. എളുപ്പമല്ലേ മക്കളെ? എഴുതാം, വരയ്ക്കാം, വായിക്കാം. നമുക്കിവിടെ ഒരു പട്ടികയിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യത്തെ കള്ളിയിൽ 1000ന്റെ കെട്ടുകളും പിന്നെ അതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതുമാണ് തന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേതിൽ നോക്കിക്കേ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കൂ. 1000ന്റെ ഒരു കെട്ടും അതിലേക്ക് ഒരു വടി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ 1000ഉം 1ഉം 1000 കൂട്ടണം 1 1001. 1001 എന്ന് അക്കത്തിലും അക്ഷരത്തിലും അവിടെ എഴുതിയിട്ടുണ്ട്. അത് അബാക്കസിൽ എങ്ങനെ വരയ്ക്കാം? 1000ന്റെ സ്ഥാനത്ത് ഒരു മുത്തും 1ന്റെ സ്ഥാനത്ത് ഒരു മുത്തും, 100ന്റെയും 10ന്റെയും സ്ഥാനത്ത് ഒന്നുമില്ല. അടുത്തത് 1000ന്റെ ഒരു കെട്ടിലേക്ക് 2 കൂടെ വെക്കുന്നു. അതായത് 1000ഉം 2ഉം. 1000 കൂട്ടണം 2 1002. 1002 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതി അവിടെ തന്നിട്ടുണ്ട്. അബാക്കസിൽ വരച്ചും തന്നിട്ടുണ്ട്. അബാക്കസിൽ എങ്ങനെ വരയ്ക്കുക? 1000ന്റെ സ്ഥാനത്ത് 1, 100ന്റെയും 10ന്റെയും സ്ഥാനത്ത് ഒന്നുമില്ല, 1ന്റെ സ്ഥാനത്ത് 2 മുത്തുകൾ വരയ്ക്കുക. ഇനി അടുത്തത് എത്രയാ തന്നിരിക്കുന്നത് നോക്കൂ. 1000ന്റെ ഒരു കെട്ടും അതിലേക്ക് 4 കൂടെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ 1000ഉം 4ഉം. 1000 കൂട്ടണം 4 എത്ര വരും? 1004 എന്ന് വരും. 1004 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അബാക്കസിൽ എങ്ങനെ വരയ്ക്കാം? 1000ന്റെ സ്ഥാനത്ത് 1ഉം ഒറ്റയുടെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് 4ഉം ഇട്ടാൽ മതി. പിന്നെ അടുത്തത് 1000 6. 1000ന്റെ ഒരു കെട്ടും 6ന്റെ 6 വേറെ വേറെയും. അപ്പൊ 1000ഉം 6ഉം. 1000ത്തിലേക്ക് 6 കൂട്ടിയാൽ 1006. 1006 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതി ഇവിടെ തന്നിട്ടുണ്ട്. അബാക്കസിൽ വരയ്ക്കുമ്പോൾ 1000ത്തിന്റെ സ്ഥാനത്ത് 1ഉം 1ന്റെ സ്ഥാനത്ത് 6ഉം. അടുത്തതായിട്ട് 1000ത്തിന്റെ ഒരു കെട്ടും പിന്നെ 5 സെപ്പറേറ്റും തന്നിട്ടുണ്ട്. അപ്പൊ 1000ഉം 5ഉം. 1000ത്തിലേക്ക് 5 കൂട്ടിയാൽ 1005. 1005 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അബാക്കസിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം മക്കളെ? 1000ത്തിന്റെ സ്ഥാനത്ത് 1ഉം ഒറ്റയുടെ സ്ഥാനത്ത് 5ഉം വരച്ചു കൊടുത്താൽ മതി. 5 മുത്തുകളും വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് 1000ത്തിന്റെ ഒരു കെട്ടും 9 വേറെയും ഉണ്ട്. അപ്പോ 1000ഉം 9ഉം. 1000ത്തിലേക്ക് 9 കൂട്ടിയാൽ 1009. 1009 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അബാക്കസിൽ 1000ത്തിന്റെ സ്ഥാനത്ത് 1ഉം ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ 1ന്റെ സ്ഥാനത്ത് 9 മുത്തുകളും വരച്ചു കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് 1000ത്തിന്റെ ഒരു കെട്ടും 7 വേറെയും വരച്ചിട്ടുണ്ട്. അപ്പൊ 1000ഉം 7ഉം.
1000ത്തിലേക്ക് 7 കൂട്ടിയാൽ 1007. 1007 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എങ്ങനെയാണ് എഴുതുന്നത്? അബാക്കസിൽ എങ്ങനെ വരയ്ക്കാം? 1000ന്റെ സ്ഥാനത്ത് 1, 1ന്റെ സ്ഥാനത്ത് 7 മുത്തുകളും വരയ്ക്കുക. പിന്നെ 1000ത്തിന്റെ ഒരു കെട്ടും 8 എണ്ണം വേറെയും ഒറ്റയ്ക്കും കൊടുത്തിട്ടുണ്ട്. 1000ഉം 8ഉം 1000ത്തിലേക്ക് 8 കൂട്ടിയാൽ 1008. 1008 എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതുക. അബാക്കസിൽ 1000ത്തിന്റെ സ്ഥാനത്ത് 1ഉം ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ 1ന്റെ സ്ഥാനത്ത് 8 മുത്തുകളും വരച്ചു കൊടുക്കുക. അവസാനമായി 1000ഉം 10ഉം 1000ത്തിന്റെ ഒരു കെട്ടും 10കൾ വേറെയും 10 എണ്ണം വേറെയും. അപ്പോൾ നമുക്ക് 1000ഉം 10ഉം എന്നെഴുതാം. 1000ത്തിലേക്ക് 10 കൂട്ടിയാൽ 1010. 1010 എന്നെങ്ങനെയാണ് എഴുതുന്നത്? അക്ഷരത്തിലും അക്കത്തിലും ഇങ്ങനെയാണ് എഴുതുക. അബാക്കസിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 1000ത്തിന്റെ സ്ഥാനത്ത് 1, 100ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല, 10ന്റെ സ്ഥാനത്ത് 1, 1ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. 1000ത്തോട് ചേരുമ്പോൾ ഇവിടെ 1000ത്തിലേക്ക് ചില സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നാണ് നമുക്ക് തുടർന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ 1000ത്തിലേക്ക് 1, 2, 3, 4 അങ്ങനെ 10, 11, 25 വരെയൊക്കെ നോക്കി അല്ലേ? എല്ലാം എങ്ങനെയാണ് ഉത്തരം വരുന്നതെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. 1000ത്തിലേക്ക് 100 കൂട്ടുമ്പോൾ 1000 കൂട്ടണം 100. 1000ത്തിലേക്ക് 100 കൂട്ടുമ്പോൾ 1100 കണ്ടോ? എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടോ? 1 1 0 0. 1000ത്തിന്റെ 1 ഇട്ടിട്ട് പിന്നെ 100 എഴുതുന്നു. 1000ത്തിലേക്ക് 10 ചേർത്താലോ? 1000 കൂട്ടണം 10, 1010. 1 0 1 0. ഇനി ഈ 2000 കൂട്ടണം 200 എത്ര വരും? 2200. എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടല്ലോ മക്കളെ. 3000 കൂട്ടണം 40, 3040. 3000 കൂട്ടണം 5, 3005. 1000 കൂട്ടണം 300 കൂട്ടണം 30 കണ്ടോ? 1000ത്തിലേക്ക് 300 പിന്നെ അതിലേക്ക് 30 കൂട്ടുമ്പോൾ 1330. 1 3 3 0. 5000 കൂട്ടണം 30 കൂട്ടണം 3, 5033. 5 0 3 3. 8000 കൂട്ടണം 300 കൂട്ടണം 3, 8303. 8 3 0 3. 6000 കൂട്ടണം 700 കൂട്ടണം 40 കൂട്ടണം 8, 6748. 6 7 4 8. 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകളുണ്ട്? 1000 മുതൽ 1200 വരെ 200 സംഖ്യകളുണ്ട് അല്ലേ? അക്കത്തിലും അക്ഷരത്തിലും എഴുതൂ. നമുക്കിവിടെ ചില സംഖ്യകൾ അക്കത്തിൽ എഴുതിയിട്ടുണ്ട്, ചിലത് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാത്തത് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ സംഖ്യ നോക്കിക്കേ, അതെങ്ങനെ വായിക്കാം മക്കളെ? 5 തുടങ്ങുന്നത്, അതുകൊണ്ട് 5250. 7707. 7000 എന്ന് പറയുമ്പോൾ 7 വച്ച് തുടങ്ങുന്നു. 707. 707. അപ്പോൾ 7707. 9018. അടുത്ത സംഖ്യയാണ്, 9ൽ തുടങ്ങുന്നു. അപ്പോൾ 9018. അവസാനത്തേത് നോക്കൂ, 9009. അപ്പോൾ 9000 എന്ന് പറയുമ്പോൾ 9ൽ തുടങ്ങുന്നു, പിന്നെ 9 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 9009 വരുമ്പോൾ 9009. സംഖ്യാ കാർഡുകൾ നോക്കൂ. ഇവ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യകൾ എഴുതൂ. അപ്പോൾ നമുക്കിവിടെ 3 5 8 1 എന്നീ 4 അക്കങ്ങൾ തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഏതൊക്കെ 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം മക്കളെ? ആദ്യം നമുക്ക് 1 ഉപയോഗിച്ച് ഏതൊക്കെ ഉണ്ടാക്കാം എന്ന് എഴുതാം അല്ലേ? 1358, 1385, 1538, 1583, 1835, 1853. ഇത്രയും സംഖ്യകൾ ഉണ്ടാക്കാം. ഇനി 3 വെച്ച് തുടങ്ങുന്നതോ, അതായത് 3000 കൊണ്ട് തുടങ്ങുന്നത് ഏതൊക്കെ ഉണ്ടാക്കാം മക്കളെ? 3158, 3185, 3518, 3581, 3815, 3851. ഇനി 5 വെച്ച് തുടങ്ങുന്നതോ? 5138, 5183, 5318, 5381, 5813, 5831. ഇനി അവസാനമായി 8 വെച്ച് 8135, 8153, 8315, 8351, 8513, 8531. ഇത്രയും സംഖ്യകൾ ഉണ്ടാക്കാം. അതിന് താഴെയുള്ള ചോദ്യം നോക്കൂ. 5ൽ തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട്? 6 സംഖ്യകളാണ് ഉള്ളത്. 10ന്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? അതായത് പുറകിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ സംഖ്യ 8 ആവണം അല്ലേ? 10ന്റെ സ്ഥാനം.
അങ്ങനെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് മക്കളെ? 1385ഉണ്ട്, 1583ഉണ്ട്, പിന്നെ 3581ഉണ്ട്, 3185ഉണ്ട്, 5381ഉണ്ട്, 5183ഉണ്ട്. അത്രയും സംഖ്യകളുണ്ടല്ലേ. പിന്നെ 8000 ഒന്നും വരില്ല, കാരണം 8000 8ന്റെ സ്ഥാനം എവിടെയാണ്? 1000ന്റെ സ്ഥാനത്താണ്. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ നോട്ട്ബുക്കിൽ എഴുതുക. നമ്മൾ ഓൾറെഡി അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതുപോലെ തന്നെ എഴുതി കൊടുത്താൽ മതി. സംഖ്യ വായിക്കാമോ? മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിന്റെ രജിസ്റ്റർ നമ്പർ ചെളി പുരണ്ട് മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന നമ്പർ എത്രയാണ്? ആദ്യം കാണുന്ന നമ്പർ 9. കുറച്ച് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ 2 9ആയി. അതെങ്ങനെയാ വായിക്കുക? 99. കുറച്ചുകൂടി വൃത്തിയാക്കിയപ്പോഴോ 3 9കൾ കണ്ടു. 999. മിക്ക ഭാഗവും വൃത്തിയാക്കിയപ്പോൾ, അതായത് മുഴുവനായിട്ട് വൃത്തിയാക്കിയപ്പോൾ 4 9കൾ കണ്ടു. എന്താ മക്കളെ ഈ സംഖ്യ വായിക്കുക? 9999. 9 ആദ്യം വരുന്ന 4 സംഖ്യ നമ്മൾ 9000 ആണല്ലേ വായിക്കേണ്ടത്. ബാക്കി 999. അപ്പൊ 9999. എന്തൊരു ചന്തം! 9ലേക്ക് 1 കൂട്ടിയാൽ 9 കൂട്ടണം 1 10 ഇനി 99ലേക്ക് 1 കൂട്ടിയാലോ 100ആയി. 999ലേക്ക് 1 കൂട്ടിയാൽ 1000ആയി. 9999ലേക്ക് 1 കൂട്ടിയാലോ 10000 ആയി. മഡ് റേസ്. കൂട്ടുകാരുമായി മഡ് റേസ് കളിക്കൂ. 100, 200 എന്നിങ്ങനെ 600 വരെ എഴുതിയ ഡൈസ് ഉപയോഗിച്ച് കളിക്കുക. ഡൈസ് വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യക്കനുസരിച്ച് കാർ നീക്കൂ. പാലം വന്നാൽ പാലത്തിൽ കയറി മുന്നോട്ടും, കുഴിയിൽ വീണാൽ പിറകോട്ടും എത്തും. ആദ്യം 11,000-ൽ എത്തുന്നയാൾ വിജയിക്കും. മഡ് റേസ് കളിക്കാനായിട്ടുള്ള കളം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. 1000-ൽ തുടങ്ങി 100-ൽ തുടങ്ങി 200, 300, 400, 500, 600 എന്നിങ്ങനെയാണ് ആദ്യമുള്ളത്. 1700 തൊട്ട് നോക്കിക്കേ 11,000 വരെ ഉണ്ട്. നമ്മുടെ പാമ്പും കോണിയും നമ്മൾ കളിക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. പാലം വന്നാൽ മുന്നിലേക്ക് കയറുക, ആ പിങ്ക് നിറത്തിലുള്ള കുഴി കണ്ടാൽ പിറകിലേക്ക് പോവുക. ആദ്യം ആരോടാണോ ജയിക്കുന്നത് എന്ന് നോക്കുക കേട്ടോ. ഇനി ഈ പാഠഭാഗത്തിലെ ആദ്യ പേജിലെ ചിത്രത്തിൽ അവസാനത്തെ 2 ബോർഡുകളിലെ ദൂരങ്ങൾ എഴുതൂ. ആ ചിത്രം ഏതായിരുന്നു മക്കളെ? ഇതായിരുന്നു ചിത്രം. ഇതിൽ എവിടം തൊട്ടാണ് ദൂരം തുടങ്ങുന്നത് നോക്കിക്കേ. 700 തൊട്ടാണല്ലേ. 700, 800, 900, 1000 എന്നീ 4 ദൂരങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. 100 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ അടുത്ത ബോർഡിൽ എത്രയായിരിക്കും? 1100. പിന്നെ അവസാനത്തെ ബോർഡിൽ 1200. സമ്മാനം. കാറോട്ട മത്സരത്തിൽ വിജയിയായ ടോട്ടോയ്ക്ക് ട്രോഫിക്കൊപ്പം ക്യാഷ് പ്രൈസും ഉണ്ട്. സമ്മാനം ചെക്കായിട്ടാണ് കൊടുത്തത്. ചെക്കിൽ തുക അക്കത്തിൽ എഴുതൂ. നോക്കിക്കേ മക്കളെ, 9999 എന്നാണ് ക്യാഷ് പ്രൈസ് കൊടുത്തത്. അതെങ്ങനെ നമുക്ക് അക്കത്തിൽ എഴുതാം? 9000 എന്ന് പറയുമ്പോൾ 9ലാണ് തുടങ്ങുന്നത്, 999, 3 അല്ലേ. അപ്പോൾ ആകെ 4 9കൾ. ഇങ്ങനെയാണ് 9999 എന്നെഴുതുന്നത്. സഞ്ചരിച്ച ദൂരം. ഓരോ കാറും ആകെ സഞ്ചരിച്ച ദൂരം ചുവടെ തന്നിരിക്കുന്നു. മിക്കി കാറ് 8546 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ബോണി കാറ് 7982 കിലോമീറ്റർ. സ്പീഡി കാറ് 6375 കിലോമീറ്റർ. ഫ്രെഡി കാറ് 5114 കിലോമീറ്റർ. ഫ്ലോറ കാറ് 6735 കിലോമീറ്റർ. ടോട്ടോ കാറ് 8564 കിലോമീറ്റർ. ഓടിയ ദൂരത്തിനനുസരിച്ച് പട്ടികപ്പെടുത്തൂ. കൂടുതൽ ദൂരം ഓടിയത് ആദ്യവും കുറച്ചു ദൂരം ഓടിയത് അവസാനവും എഴുതണേ. അപ്പൊ നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ദൂരം ഓടിയ ആളെ ആദ്യം എഴുതണം. അതായത് വലതിൽ നിന്ന് ചെറുതിലേക്ക് വേണം നമ്മൾ ഈ പട്ടിക പൂർത്തിയാക്കാനായിട്ട്. ബാക്കി 6 കാറുകളാണുള്ളത്. ആദ്യത്തെ കാറ് ഏതാണ് മക്കളെ? നമുക്ക് ഏറ്റവും വലിയ 1000ന്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 8ലാണല്ലേ തുടങ്ങുന്നത്. 8ആണ് 1000ന്റെ സ്ഥാനത്തുള്ളതിൽ ഏറ്റവും വലുത്. അപ്പൊ 8ൽ തുടങ്ങുന്ന 2 കാറുകളുണ്ട്, ടോട്ടോ കാറും മിക്കി കാറും. അപ്പൊ നമ്മൾ 1000ന്റെ സ്ഥാനം ഒരുപോലെയാണെങ്കിൽ അടുത്തതായിട്ട് നോക്കേണ്ടത് 100ആണ്. 100ന്റെ സ്ഥാനത്തിൽ ഏതാണ് വലുത് എന്ന് നോക്കുക. അപ്പൊ മിക്കി കാറിൽ 8505 ആണല്ലേ. ടോട്ടോ കാറും 8500 തന്നെയാണ് വരുന്നത്. അപ്പൊ രണ്ടും 100ന്റെ സ്ഥാനവും ഒരുപോലെയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ 10ന്റെ സ്ഥാനം നോക്കുക. എന്നിട്ട് അതിൽ 10ന്റെ സ്ഥാനത്ത് ഏതാണ് വലുതെന്ന് നോക്കുക. അപ്പം മിക്കി കാറ് 8546ആണ്. അപ്പം 4ആണ്. ടോട്ടോ കാറ് 8564ആണ്, 6ആണ്. അപ്പം 4ആണോ 6ആണോ വലുത്? 6ആണല്ലേ. അപ്പോൾ ടോട്ടോ കാറാണ് വലുത്. അതായത് ടോട്ടോ കാറാണ് കൂടുതൽ ദൂരം സഞ്ചരിച്ചത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ വരുന്നത് 8564. പിന്നെ രണ്ടാമത്തത് 8546.
ഇനി മൂന്നാമത്തേത് ഏത് വരും? 8 ഇനി ഏതുമില്ല, നമുക്ക് 7 നോക്കാം. 7 ആകെ ഒന്നുള്ളൂ, ബോണി കാർ അല്ലേ. എത്രയാണ്? 7982. പിന്നെ അടുത്തത് 6 തുടങ്ങുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. 6000 രണ്ടെണ്ണം തുടങ്ങുന്നുണ്ട്, സ്പീഡി കാറും ഉണ്ട്, ഫ്ലോറ കാറും ഉണ്ട്. പിന്നെ അപ്പോൾ 1000ന്റെ സ്ഥാനം 6 രണ്ടിനും ഒരുപോലെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഏതാ നോക്കേണ്ടത്? തൊട്ടടുത്തുള്ള 100ന്റെ സ്ഥാനമാണല്ലേ. അപ്പോൾ സ്പീഡി കാറിൽ 6300 100ന്റെ സ്ഥാനത്ത് 3, ഫ്ലോറയിൽ 6700 100ന്റെ സ്ഥാനത്ത് 7. അപ്പോൾ സ്വാഭാവികമായിട്ടും 7 3നേക്കാട്ടിലും വലുത്, അതുകൊണ്ട് ഫ്ലോറ കാറാണ് 6735. അടുത്തത് സ്പീഡി കാർ 6375. പിന്നെ അടുത്തതായിട്ട് ഏത് വരും? 5 ഏതെങ്കിലും ഉണ്ടോ നോക്കാം. 6 കഴിഞ്ഞാൽ പിന്നെ 5 അപ്പോൾ 5000 ആകെ ഫ്രെഡി കാർ മാത്രമേ ഉള്ളൂ. അവസാനത്തേത് ഫ്രെഡി കാറാണ് 5114. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ബഗ്ഗി കാറിന്റെ നമ്പർ. അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ന്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്? അബാക്കസിൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ നോക്കിക്കേ. 1000ന്റെ സ്ഥാനത്ത് 5 മുത്തുകൾ ഉണ്ടല്ലേ. അപ്പൊ സംഖ്യ 5000. ഇനി ഈ 1000ന്റെ സ്ഥാനത്തുള്ള ഒരു മുത്തെടുത്ത് 1ന്റെ സ്ഥാനത്തേക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 5000ൽ നിന്ന് 1 എടുത്ത് 1ലേക്ക് ഇടുക. അപ്പൊ സംഖ്യ എന്താ വായിക്കുന്നത്? 4001. 1000ന്റെ സ്ഥാനത്ത് 4 മുത്തുകൾ, 1ന്റെ സ്ഥാനത്ത് 1 മുത്ത്. സംഖ്യ 4001. അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ബഗ്ഗി കാറിന്റെ നമ്പർ. അതായത് ആദ്യമുള്ള സംഖ്യ 5000, അതിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയായ 4001 കുറയ്ക്കുക. 5000 കുറയ്ക്കണം 4001. അപ്പോൾ ഉത്തരം എന്താ വരുന്നത്? 999. അപ്പോൾ ബഗ്ഗി കാറിന്റെ നമ്പർ 999. ഒന്നും കൂടി ചേർന്നാൽ നമുക്കിവിടെ അബാക്കസിൽ തന്നിട്ടുള്ള സംഖ്യ നോക്കിക്കേ മക്കളെ. 1000ന്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 100ന്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 10ന്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 1ന്റെ സ്ഥാനത്തും 9 മുത്തുകൾ. അബാക്കസിലെ സംഖ്യ എന്താണ്? 9999. അതായത് 9999 സംഖ്യ. ഇതിനോട് ഒന്നുകൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? 9999 കൂട്ടണം 1 സമം എത്രയാണ് മക്കളെ? നമ്മൾ നേരത്തെ പഠിച്ചു, 10000 ആണ്. അതൊരു അഞ്ചക്ക സംഖ്യയായി, ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയായ 10000 ആയി മാറി. ടോമോ കാർ വർക്ക്ഷോപ്പിൽ. കാറോട്ട മത്സരത്തിനു ശേഷം കേടുപാടുകൾ മാറ്റുന്നതിനായി ടോമോ കാറിനെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. ബാറ്ററി മാറ്റാൻ 3500 രൂപയും എഞ്ചിൻ പണിക്ക് 2500 രൂപയും പെയിന്റിങ്ങിന് 4000 രൂപയും ചെലവായി. ആകെ എത്ര രൂപ ചെലവായി? എന്തൊക്കെയാ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ബാറ്ററി മാറ്റാൻ ചിലവായത് 3500 രൂപ, എഞ്ചിൻ പണിക്ക് ചിലവായത് 2500 രൂപ, പെയിന്റിങ്ങിന് ചിലവായത് 4000 രൂപ. എങ്കിൽ ആകെ എത്ര രൂപ ചെലവായി? ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കിയാൽ മതിയല്ലേ. 3500 കൂട്ടണം 2500 കൂട്ടണം 4000. കൂട്ടി നോക്കൂ മക്കളെ. ആകെ എത്ര കിട്ടി? 10000 രൂപയാണ് ആകെ ചെലവായ തുക. യാത്ര പോകാം. ടോട്ടോ കാർ ഒരു അഖിലേന്ത്യാ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. അതിനായി 4 ടയറുകളും മാറ്റണം. ഒരു ടയറിന് 2500 രൂപ. ആകെ എത്ര രൂപ വേണം? ഒരു ടയറിന് വേണ്ട തുക 2500 രൂപയാണ്. ആകെ മാറ്റേണ്ട ടയറുകൾ 4 അപ്പോൾ 4 ടയറുകൾക്കായി ആകെ എത്ര രൂപ വേണ്ടി വരും? 2500 കൂട്ടണം 2500 കൂട്ടണം 2500 കൂട്ടണം 2500. ആകെ 10000 രൂപ വേണ്ടി വരും. അഖിലേന്ത്യാ യാത്രയ്ക്കിടെ ബോണി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് താഴെ തന്നിട്ടുള്ളത്. കാർ ചാർജ് ചെയ്യാൻ ചെലവായ തുക കണക്കാക്കുക. അപ്പോൾ ആദ്യം 3500 രൂപ ചെലവായി, രണ്ടാമതായി 2000 രൂപ ചെലവായി, മൂന്നാമതായി 3000 രൂപ ചെലവായി. അപ്പോൾ ആകെ എത്ര രൂപ ചെലവായി മക്കളെ? 3500 കൂട്ടണം 2000 കൂട്ടണം 3000. ആകെ 2000ലേക്ക് 3000 കൂട്ടി നോക്കുമ്പോൾ 5000, 5000ലേക്ക് 3500 കൂട്ടുമ്പോൾ 8500. അപ്പോൾ ആകെ ചിലവായത് 8500 രൂപയാണ്. ക്രമം തുടരൂ. നമുക്കവിടെ താഴെ കുറച്ച് പാറ്റേണുകൾ തന്നിട്ടുണ്ട്, നമുക്കത് പൂരിപ്പിച്ചു നോക്കാം. ആദ്യത്തെ പാറ്റേൺ നോക്കൂ. 500, 1000, 1500. അടുത്ത സംഖ്യ എന്തായിരിക്കും? ഇവിടെ 500 വീതമാണ് കൂടി വരുന്നത്. അപ്പോൾ അടുത്തത് 2000, 2500, 3000, 3500, 4000, 4500. രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 4000, 6000, 8000. ഇവിടെ 2000 വീതമാണ് കൂടി വരുന്നത്. അപ്പോൾ അടുത്തത് 8000ലേക്ക് 2000 കൂട്ടുമ്പോൾ 10000, 12000,
14,000, 16,000, 18,000, 20,000 ഇങ്ങനെയാണ് വരുന്നത്. മൂന്നാമത്തെ പാറ്റേൺ 7,628, 7,728, 7,828. ഇവിടെ 100 വീതമാണ് കൂടി വരുന്നത്. അപ്പം അടുത്ത സംഖ്യ 7,928, പിന്നെയോ 8,028, 8,128, 8,228, 8,328, 8,428. നാലാമത്തെ പാറ്റേൺ നോക്കൂ. 2,222, 3,333, 4,444. അടുത്തത് ഏത് വരും? 5,555, 6,666, 7,777, 8,888, 9,999. ഇങ്ങനെയാണ് വരുന്നത്. അഞ്ചാമത്തെ പാറ്റേൺ നോക്കൂ. 9,400, 9,300, 9,200. ഇവിടെ 100 വീതം കുറഞ്ഞു വരികയാണ്. അപ്പം അടുത്തത് 9,100, 9,000, 8,900, 8,800, 8,700, 8,600. അവസാനത്തെ പാറ്റേൺ നോക്കൂ. 3,021, 4,132, 5,243. ഇവിടെ 1,111 വീതമാണ് കൂടി വരുന്നത്. അടുത്ത സംഖ്യ എന്ത് വരും മക്കളെ? 5,243ലേക്ക് 1,111 കൂട്ടുക. അപ്പോൾ 6,354. പിന്നെയോ 7,465. അത് കഴിഞ്ഞ് 8,576. അതിനുശേഷം 9,687, 10,798. ഇങ്ങനെയാണ് ഈ പാറ്റേൺ പൂരിപ്പിക്കേണ്ടത്. എൻ്റെ പാറ്റേൺ. ഇനി നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നാലക്കസംഖ്യ വരുന്ന പാറ്റേണുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 4 എണ്ണം നിങ്ങൾ എഴുതി കൊടുക്കണം. ഞാൻ 4 എണ്ണത്തിൻ്റെ ഉദാഹരണം ഇവിടെ തരുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ. ആദ്യത്തെ പാറ്റേൺ എടുത്തിരിക്കുന്നത് നോക്കൂ മക്കളെ. 1000, 2,100, 3,200, 4,300, 5,400. ഇവിടെ 1,100 വീതമാണ് ഞാൻ കൂട്ടി പോയത്. രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 1,234, 2,345, 3,456, 4,567, 5,678. ഇവിടെ 1,111 വീതമാണ് കൂട്ടിപ്പോയത്. മൂന്നാമത്തെ പാറ്റേൺ 10,000, 9,000, 8,000, 7,000, 6,000. ഇവിടെയും 10,000 വീതം കുറച്ച് താഴേക്ക് കുറച്ചാണ് വന്നത്. പിന്നെ അടുത്തത് അവസാനത്തേത് 9,876, 8,765, 7,654, 6,543, 5,432. ഇവിടെയും ഞാൻ 1,111 കുറച്ചാണ് വന്നത്. നേരത്തതിൽ കൂട്ടുകയായിരുന്നു, ഇവിടെ കുറച്ചാണ് വന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഓരോന്നും ചെയ്തു നോക്കാം. ചോദ്യം 1. കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് സംഘാടക സമിതി രജിസ്റ്റർ നമ്പറുകൾ കൊടുത്തിരിക്കുന്നു. 5,000 മുതൽ 5,050 വരെയുള്ള നമ്പറാണ് കൊടുത്തത്. മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു? 5,000 മുതൽ 5,050 വരെയുള്ള നമ്പറുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എണ്ണി നോക്കൂ. ആകെ 51 കാറുകൾ ഉണ്ടായിരിക്കും. ചോദ്യം 2. 5, 4, 0, 7 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ എഴുതുക. എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു? ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ചോദ്യം നോക്കാം. 5, 4, 0, 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം മക്കളെ? ആദ്യം ചെറിയ അക്കമായിട്ടുള്ള 4 തുടങ്ങാം. 0 കൊണ്ട് നമുക്ക് എന്തായാലും തുടങ്ങാൻ സാധിക്കില്ല. 0 കൊണ്ട് തുടങ്ങുമ്പോൾ പിന്നെ 3 അക്ക സംഖ്യയായി മാറും അല്ലേ? അപ്പോൾ 4 അക്ക സംഖ്യ 4 കൊണ്ട് നമുക്ക് തുടങ്ങാം. 4,057, 4,075, 4,507, 4,570, 4,705, 4,750. ഇനി 5 വെച്ചോ. 5,047, 5,074, 5,407, 5,470, 5,704, 5,740. 7 വെച്ച് എങ്ങനെ എഴുതാം? 7,045, 7,054, 7,405, 7,450, 7,504, 7,540. ഇത്രയും സംഖ്യകളാണ് എഴുതാനായിട്ട് പറ്റുക. എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു?
എത്രയുണ്ട് മക്കളെ? 18 സംഖ്യകൾ എഴുതാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഇതിലെ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? 7540. 7540. അബാക്കസിൽ എങ്ങനെ വരയ്ക്കാം? 1000ന്റെ സ്ഥാനത്ത് 7 മുത്ത്, 100ന്റെ സ്ഥാനത്ത് 5 മുത്ത്, 10ന്റെ സ്ഥാനത്ത് 4 മുത്ത്, 1ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. സംഖ്യ വായിക്കുന്നത് 7540 എന്നാണ്. ചോദ്യം 3. 9999നും 10100നും ഇടയിലുള്ളതും 1ന്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതുക. അത് ഏതൊക്കെയാ മക്കളെ സംഖ്യകൾ? 1ന്റെ സ്ഥാനത്ത് 0 വരുന്ന സംഖ്യകൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 9999 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ 0 വരുന്നത് 10000 ആണ്. 1ന്റെ സ്ഥാനത്ത് 0 അല്ലേ? പിന്നെ 10001, 10002 അതിലൊക്കെ 1ന്റെ സ്ഥാനത്ത് 1, 2 എന്നിങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് 10010, പിന്നെയോ 10020, 10030, 10040, 10050, 10060, 10070, 10080, 10090, 10100. കണ്ടോ? ഇത്രയും സംഖ്യകൾ എഴുതാനായിട്ട് പറ്റും. ചോദ്യം 4. പാറ്റേൺ പൂർത്തിയാക്കുക. നമുക്ക് താഴെ 3 പാറ്റേണുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കൂ. 1150, 1,000 അല്ല കേട്ടോ, 11150, 11200, 11250. പിന്നെ ഇവിടെ 50 വീതമാണ് കൂടി പോകുന്നത് അല്ലേ? അപ്പം അടുത്ത സംഖ്യ 10300, 10350, 10400, 10450, 10500. ബി 1500, 2600, 3700. ഇവിടെ 1100 വീതമാണ് കൂടി പോകുന്നത്. അപ്പം അടുത്ത സംഖ്യ 4800, 5900, പിന്നെ 7000, 8100, 9200 ഇങ്ങനെയാണ് വരിക. പിന്നെ അടുത്തത് നോക്കൂ. സി പാറ്റേൺ സി നോക്കൂ. 14500, 15250, 16000. ഇവിടെ 750 വീതമാണ് കൂടിപ്പോകുന്നത്. അപ്പം അടുത്ത സംഖ്യ ഏത് വരും? 16750, 17500, 18250, 19000 ഇങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്. ചോദ്യം 5. ഞാൻ ആര്? 4000നും 5000നും ഇടയിലുള്ള സംഖ്യയാണ്. അപ്പോൾ 4000നും 5000നും ഇടയിലുള്ള സംഖ്യ ആകുമ്പോൾ സ്വാഭാവികമായും 4000 വെച്ചായിരിക്കും അല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ അക്കം 4 ആണെന്ന് നമുക്ക് കിട്ടി. 1000ന്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കം. അതായത് 4 വെച്ചാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ 1000ന്റെ സ്ഥാനത്ത് 4 ആണ്. അതായത് അപ്പോൾ ആ സമയം 1ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 4ന്റെ ഇരട്ടി. 4ന്റെ ഇരട്ടി എത്രയാണ്? 8. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് 8 ആണ്. മൂന്നാമത്തെ ക്ലൂ. 1000ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. 1000ന്റെ സ്ഥാനത്തിന്റെ അക്കം എന്താണ്? 1000ത്തിലുള്ള സ്ഥാനത്തിന്റെ അക്കം 4 ആണ്. അതിന്റെ പകുതി 2. അപ്പോൾ 10ന്റെ സ്ഥാനത്ത് 2 ആണ്. അക്കങ്ങളുടെ തുക 19 ആണ്. സംഖ്യ എന്താണ്? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ അക്കങ്ങൾ 4, 2, 8. 4ലേക്ക് 2 കൂട്ടിയാൽ 6, 6ലേക്ക് 8 കൂട്ടിയാൽ 14. ഇനി ബാക്കി 19 ആവണമെങ്കിൽ എത്ര കൂടെ വേണം? 5 കൂടെ വേണമല്ലേ? അപ്പോൾ 100ന്റെ സ്ഥാനത്ത് 5 ആണ്. സംഖ്യ ഏതാണ്? 4528 ആണ്. ചോദ്യം 6. സംഖ്യ കണ്ടുപിടിക്കുക. 9999 എന്ന സംഖ്യയിൽ നിന്നും 1000 വീതം കുറഞ്ഞു വന്നാൽ 8ാമത് വരുന്ന സംഖ്യ ഏതാണ്? നമുക്ക് നോക്കാം. ആദ്യത്തേത് 9999. പിന്നെ 1000 കുറയുമ്പോൾ എത്രയാവും മക്കളെ? 8999. പിന്നെ മൂന്നാമത്തെ സംഖ്യ 7999. നാലാമത്തേത് വീണ്ടും 1000 കുറയുമ്പോൾ 6999, 5999, 4999, 3999, 2999. എട്ടാമത്തെ സംഖ്യ എന്താ വന്നത് മക്കളെ? 2999 എന്നാണ് വന്നത്. 100 വീതമാണ് കുറയുന്നതെങ്കിൽ 5ാമത് വരുന്ന സംഖ്യ എന്താണ്? അപ്പോൾ 9999 നിന്ന് 100 കുറഞ്ഞാൽ എത്രയായി? 9899. വീണ്ടും 100 കുറഞ്ഞാൽ 9799, 9699, 9599 ആണ് 5ാമതായി വരുന്ന സംഖ്യ. ഇതുപോലൊരു ചോദ്യം തയ്യാറാക്കി കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. നോക്കിക്കേ, ഞാൻ നിങ്ങൾക്കിവിടെ ഒരു ചോദ്യം, മോഡൽ ചോദ്യം തന്നിട്ടുണ്ട്. കണ്ടോ? 10000ത്തിൽ നിന്നും
500 വീതം കുറഞ്ഞു വന്നാൽ 10ാമത് വരുന്ന സംഖ്യ ഏതാണ്? 10,000 ആണ് ആദ്യത്തെ സംഖ്യ. അതിൽ നിന്ന് 500 കുറഞ്ഞാൽ 9,500, പിന്നെ 9,000, 8,500, 8,000, 7,500, 7,000, 6,500, 6,000, 5,500 ആയിരിക്കും 10ാമത്തെ സംഖ്യയായി വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ചോദ്യം 7. 1000-നും 1100-നും ഇടയിൽ 0-ൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ 1000, 1010, 1020, 1030, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100 ഇങ്ങനെ 11 സംഖ്യകൾ ഉണ്ട്. ചോദ്യം 8. 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ എഴുതണം? നോക്കാം. 1 മുതൽ 50 വരെ അല്ലേ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം 2, പിന്നെ വരുന്നത് 12 വരുന്നുണ്ട്, പിന്നെ 20, 21, 22, 23, 24, 25, 26, 27, 28, 29. ഓക്കെ, ഇതിൽ 22-ൽ തന്നെ 2 രണ്ടുകളുണ്ട് അല്ലേ. പിന്നെ വരുന്നത് 32, 42, പിന്നെയുള്ളത് 52 ആണ്. അത് 50-ന് മുകളിലായതുകൊണ്ട് എടുക്കേണ്ടതില്ല. ആകെ എത്ര രണ്ടുകൾ എഴുതി നോക്കൂ. ആകെ 15 രണ്ടുകളാണ് വന്നത്. ഇനി 2-ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ? നമുക്ക് 3 എത്ര എണ്ണം വരുന്നുണ്ടെന്ന് നോക്കാം. ആദ്യം 3, 13, 23, 30, 31, 32, 33. അവിടെ 2 എണ്ണം വന്നു. 34, 35, 36, 37, 38, 39, പിന്നെ 43. ഓക്കെ, അപ്പോൾ 3 ആണെങ്കിലും ഒരേ നമ്പറാണ് വരുന്നത്. അതിനിടയിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യം വിട്ടുപോയി. 50-ന് പകരം 100 വരെ ആയാലോ? അപ്പം 50 വരെ, അല്ലെങ്കിൽ 42 വരെ 15 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ 16, 52, 62, 72, 82, 92, 5 എണ്ണം കൂടെ ഏറെ വന്നു. അങ്ങനെ ആകെ 20 എണ്ണം ഉണ്ടായിരിക്കും. 2-ന് പകരം 3 ആകുമ്പോഴും അതുപോലെ തന്നെ 50 വരെ 15, 100 വരെ ആണെങ്കിൽ 20. അന്വേഷണം. ഇനി കുറച്ച് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ചോദ്യം 1. 1, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 2 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക. അപ്പോൾ 1, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചാണ് വേണ്ടത്. 2 അക്ക സംഖ്യകളാണ്. ആദ്യം 12, പിന്നെ 21. ഈ 2 എണ്ണം മാത്രമല്ലേ മക്കളെ 1, 2 വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ വേറെ സംഖ്യകളായിരിക്കും വരുന്നത്. അപ്പോൾ ആകെ 2 സംഖ്യകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ചോദ്യം 2. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക. ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 123, 132, 213, 231, 312, 321 എന്നീ സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ 6 സംഖ്യകൾ ഉണ്ടാക്കാം. ചോദ്യം 3. 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 4 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 1 വെച്ച് തുടങ്ങുന്ന നോക്കാം. 1234, 1243, 1324, 1342, 1423, 1432. ഇനി 2 വെച്ചോ. 2134, 2143, 2314, 2341, 2413, 2431 എന്നീ സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. 3 വെച്ചോ. 3124, 3142, 3214, 3241, 3412, 3421. 4 വെച്ചോ. 4123, 4132, 4213, 4231, 4312, 4321. ഇതിലും 6 സംഖ്യകൾ ഉണ്ടാക്കാം. അപ്പോൾ ആകെ 24 സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് 1000-വും കടന്ന് എന്നുള്ള രണ്ടാമത്തെ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററും അതുപോലെ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. Thank you.